ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാണിക്കുന്നത് ഗൗതം ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ച് ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴി കുത്തി അത് അതിൽ മൂടുന്നുണ്ട്. അപ്പോഴേക്കും ഗൗതമിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് കൽപ്പനയായിരുന്നു. അപ്പോൾ കൽപ്പന ചോദിച്ചു, എന്തായി ഗൗതം, ഡെലിവറി ബോയെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് എന്താ, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും മര്യാദ രീതിയിലെങ്കിലും ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയാം, ഡെലിവറി ബോയെ കണിമംഗലത്തേക്ക് വരാൻ പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും എന്നിങ്ങനെ കൽപ്പനയെ ചൊടിപ്പിക്കുന്നുണ്ട് ഗൗതമിൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കൽപ്പന പറയുന്നുണ്ട്, നീ ഇനിയൊരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ ഇനി കൊഞ്ചാനും ഉണ്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട്, ദേഷ്യം വരുമ്പോൾ നിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഭംഗിയാണ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശവ കുടീരത്തിന് മുകളിലായെന്ന് ഇങ്ങനെ പറയുന്നു. കൊണ്ടുവന്ന ഫുഡ് ഡെലിവറി ബോയ് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്, ഞാനത് കുഴിച്ചു വിട്ടു, അതിൻ്റെ മുകളിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ കൽപ്പനയോട് ഗൗതം പറയുന്നുണ്ട്. ഇത് കേട്ട് കൽപ്പന സന്തോഷത്തോടുകൂടി താങ്ക് യു ഗൗതം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഗൗതം പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് അത്യാവശ്യം ചിരിക്കാനും കൊഞ്ചാനും ഒക്കെ അങ്ങോട്ട് വരാമല്ലോ എന്നിങ്ങനെ പോടാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്നിങ്ങനെ പറയുമ്പോൾ പറയും, പ്രിയങ്ക മുത്തശ്ശി ചോദിച്ചപ്പോൾ 15 മിനിറ്റ് പോകണം, അതിൻ്റെ ഉള്ളിൽ പ്രിയങ്കയുടെ മായാജാലം കാണാൻ എല്ലാവർക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ആഹോ എന്നാൽ പിന്നെ ഞാനെന്നാൽ അതേ വരുന്നു എന്നിങ്ങനെ പറയും, വേഗം വരാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കൽപ്പന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഗൗതം അങ്ങോട്ടായി പോകുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി കണിമംഗലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയച്ഛൻ പറയുന്നുണ്ട്, വിശന്നിട്ട് വയർ കത്തിയിട്ട് വയ്യ, ഊണാവുന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ ഉർവശി എന്നിങ്ങനെ പറയുമ്പോൾ ഉർവശി പറയാം, എനിക്കും വിശന്നുണ്ട്, നിലവറവാതിൽ തുറന്നാലല്ലേ ഫുഡ് കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേഗം ഗൗതം അങ്ങോട്ട് വരുന്നുണ്ട്. ഗൗതം പറ, അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചു, എനിക്ക് വിശന്നിട്ട് വയ്യാന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഞങ്ങളാരും കഴിച്ചിട്ടില്ല, ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു, അവിടെ വാതിലൊന്നും തുറന്നിട്ടില്ല എന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറ, അതെന്താ അങ്ങനെ കൽപ്പന, പ്രിയങ്ക പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൽപ്പന പറയാം, എന്ത് പറയാം, അറിയില്ല എന്താ ചെയ്യണേന്നുള്ളതെന്നിങ്ങനെ പറയുമ്പോൾ വരുണ്ട് അച്ഛൻ പറയും, മോളോ അതായത് വിളമ്പാൻ പറയൂ എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം വിളമ്പിക്കുള്ളതൊക്കെ മതി, ഫുഡ് നമ്മൾ തമ്മിലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനയോട് ചെറിയ എന്നാൽ നമുക്ക് ഇല വിളമ്പിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇലയൊക്കെ ഇടുന്നുണ്ട്. ഋഷിയും കൽപ്പനയും കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ പ്രാൾപ്പെട്ട് നടക്കുന്നുണ്ട് പ്രിയങ്ക. അത് കഴിഞ്ഞ് പിന്നെ പ്രിയങ്കയും കൽപ്പനയും ഉർവശിയും കൂടി ഇങ്ങനെ കൽപ്പനയും ഉർവശിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, നന്നായി ഇല തുടയ്ക്കണം, ചെറിയമ്മ കഴിക്കുന്നവരുടെ മനസ്സ് നിറയണമെങ്കിൽ അങ്ങനെയെന്ന് ചില കാരണന്മാർ പറഞ്ഞിട്ടുള്ളതെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉർവശി പറയുന്നത്, അവൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചത്തോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് കേട്ടിട്ട് മുത്തശ്ശിയും വരുണ്ട്, അമ്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഉർവശി കൽപ്പന പ്രിയങ്ക കിച്ചൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ അടങ്ങേറാവുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മുത്തശ്ശി പറയും, മോളെ പ്രിയങ്ക കഴിഞ്ഞോ, ഞങ്ങളിരിക്കുക എന്ന് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉർവശി പ്രിയങ്കയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശി വന്നിട്ട്, മോളെ വാതിൽ തുറക്കുക, എല്ലാവരും വന്ന് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേനും വരണം അച്ഛനും ചേട്ടനും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ തുറക്ക്, വാതിൽ തുറക്ക്, എല്ലാവരും കഴിക്കാൻ വന്ന്, മോളെ വാതിൽ തുറക്കാൻ പറയുമ്പോഴത്തേനും പ്രിയങ്ക കുറച്ച് നിന്ന് ആലോചിച്ച് നിന്നിട്ട് വാതിൽ തുറക്കുന്നുമുണ്ട്. ഒരു കൂസലുമില്ലാതെ ഫുഡെല്ലാം എടുത്ത് വരുന്നത് കാണുമ്പോൾ ഉർവശിയും കൽപ്പനയും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫുഡിൻ്റെ പാത്രമായിട്ട് മേശപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൽപ്പനയോട് പറഞ്ഞു, ചേട്ടത്തി ഈ ചോറ് വിളമ്പുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പ്രിയങ്ക ജയിച്ച മട്ടിൽ പറയുന്നുണ്ട്. ഉർവശി കറി വിളമ്പാനുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ അച്ഛനൊക്കെ ഫുഡ് കഴിച്ചിട്ട് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബിജുക്കുട്ടനും വരുണ്ട് ചേട്ടനും എല്ലാവരും പറഞ്ഞ ഫുഡിനെ കുറിച്ച് പുകഴ്ത്തുന്നുണ്ട്. ഇതിനിടയിൽ മുത്തശ്ശി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ദേവനാരായണ നമ്പൂതിരിയെ കുറിച്ച് അവിടുത്തെ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കൂടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ എത്ര ശത്രുവായാലും ഈ ഫുഡ് കഴിച്ചാൽ നല്ലതേ പറയുക, അംഗീകരിച്ചിട്ടേ മടങ്ങുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പ്രിയങ്കയെ പുകഴ്ത്തുന്നുണ്ട്. പിന്നെ വരണ്ട അച്ഛൻ ചന്ദ്രശേഖരനോട് ചോദിക്കുന്നു, ചന്ദ്രശേഖരൻ നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചന്ദ്രശേഖരൻ, ഞാൻ എന്ത് പറയാനാ ചേട്ടാ, പണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ചില സമയത്ത് ഭക്ഷണം കഴിക്കില്ല, അതിൻ്റെ ഒരു രുചി ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി, മനസ്സറിഞ്ഞ് തിന്നാനും പറ്റുമെന്ന് പറയുമ്പോൾ അച്ഛനും ഇങ്ങനെ മൂളുന്നുണ്ട്. ഇത് കേട്ട് വരണമൊന്നും മിണ്ടാതെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കൽപ്പന ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് പ്രിയങ്ക ചോദിക്കുന്നു, ഏട്ടത്തി ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമില്ല മനസ്സിൽ പറഞ്ഞാൽ നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ കൽപ്പനയുടെ ഭർത്താവ് പറയുന്നുണ്ട്, അന്നും മനസ്സറിഞ്ഞ് പറയുക എൻ്റെ കൽപ്പനയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ അനിയത്തിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അച്ഛൻ്റെ മന്ത്രശക്തി എന്താ പ്രിയങ്ക കിട്ടിയിട്ടുണ്ടെന്ന്, അല്ലാണ്ട് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ നടക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രിയങ്ക പുഞ്ചിരിയോടുകൂടി പറയുന്നുണ്ട്,
അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരമായി പറയുന്നത് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, തോൽക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകണമെന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. ഇത് കേട്ട് വരണമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കുന്നത് പ്രിയങ്ക ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് സെറ്റാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രിയങ്ക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഫുഡ് വരാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഹോട്ടലിലേക്ക് വിളിക്കുന്ന സമയത്ത് ഹോട്ടലിലത്തെ ആൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഫുഡ് കറക്റ്റ് ടൈമത്ത് ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹസ്ബൻഡോ അങ്ങനെ പറഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേന്ന് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക കുറച്ച് നേരം നിന്നിട്ട് ഡോർ ഇങ്ങനെ തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കും കൽപ്പന ഗൗതമിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം പ്രിയങ്ക കേൾക്കുന്നത്. അങ്ങനെ ഫുഡ് അവരാ വാങ്ങിച്ചതെന്നുള്ളത് പ്രിയങ്കയ്ക്ക് മനസ്സിലാകുമ്പോൾ പ്രിയങ്ക അപ്രാളപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യും, ഇവരെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ല, എല്ലാവരും കൂടിയിട്ട് എന്നെ ചവിട്ടി താക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, എല്ലാവരും കൂടി എന്നെ പെടുത്തിയതാണെന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക മനസ്സിൽ ചിന്തിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ യശോദയാണ് ഫോൺ എടുക്കുന്നത്. അങ്ങനെ ചേച്ചിക്ക് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ യശോദ ചോദിക്കുക എന്തേന്ന് ചോദിക്കുമ്പോൾ ചേച്ചി കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോളാൻ പറയുന്നുണ്ട് പ്രിയങ്കയോട്. അങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് ഇന്ന് വരുണിൻ്റെ ബർത്ത്ഡേ ആണ്, ഫുഡ് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഫുഡൊക്കെ എല്ലാതും റെഡിയാക്കിയതാണ്, പക്ഷേ എൻ്റെ ഒരു അശ്രദ്ധ മൂലം ഫുഡെല്ലാം കരിഞ്ഞു പോയി എന്നിങ്ങനെ പറയുമ്പോൾ യശോദ പറഞ്ഞു കൊടുക്കേണ്ടത് നീ അവരോട് പറഞ്ഞാൽ മതി ഫുഡ് കരിഞ്ഞു പോയെന്നുള്ളത്. അപ്പോൾ അവർ അത് കേട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, ഞാനിവിടെ തോറ്റു പോകും, എല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറും, ചേട്ടത്തിയും ചെറിയമ്മൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവിടെ ഉണ്ടാക്കിയ ഫുഡൊക്കെ അധികം ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമോ, ഞാനിപ്പോൾ ഫുഡ് എത്തിക്കാമെന്നിങ്ങനെ യശോദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ അവൾ തന്നെ ഇഷ്ടത്തിന് ദൂർത്തടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ നിർത്തി പൊരിക്കുകയായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ യശോദ മുത്തശ്ശിയെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും പറയുന്നുണ്ട് എൻ്റെ മോൾ എന്തോരം പറഞ്ഞു പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട്, അത് അമ്മയ്ക്ക് പ്രിയങ്കയെ വിളിച്ച് നോക്കാനുള്ള ഒരു ബാധ്യത പോലും ഉണ്ടായിരുന്നില്ല, അവളെ കുറ്റപ്പെടുത്തിയെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് യശോദയും നമ്പൂതിരിയും കൂടി. അങ്ങനെ യശോദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് രാധിക മോളെ കാര്യമാക്കുന്നില്ല, ഫുഡ് അവൾ അവിടെ നാണം കെട്ടോട്ട് രാധിക മോൾ അത് കൊണ്ടു കൊടുക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് കുറച്ച് നേരത്തിന് വേണ്ടി വാശിയും ദേഷ്യമൊക്കെ മാറ്റി വെക്കാം, പ്രിയങ്ക തോറ്റിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമുള്ള തോൽവിയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് രാധിക മോൾ ഈ ഫുഡെല്ലാം കൊണ്ട് അവിടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്പൂതിരി പറയും അമ്മയ്ക്ക് പറ്റില്ലല്ലോ, അമ്മയ്ക്ക് ഇത് അവിടെ ആരും അറിയാണ്ട് എത്തിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ അതിന് പറ്റിയതും പ്രിയങ്ക മോൾക്ക് അല്ലെങ്കിൽ രാധിക മോൾക്ക് അല്ലെങ്കിൽ വാശിയും ദേഷ്യമൊക്കെ വെച്ച് ഇവിടെ വെക്കാൻ പ്രിയങ്ക മോളോട് തോറ്റോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട് മോളെല്ലാം ചെയ്ത് വെച്ചിട്ട് അവൾ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതല്ലേ, അവൾ ഒന്നും വേണ്ടാന്നിട്ട് ഇപ്പോൾ സഹായം ഒന്നും വേണ്ടാന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ സംഭവിച്ചത്, അപ്പോൾ മോള് തന്നെ ജയിക്കേണ്ടത്, മോള് തന്നെയാണ് ഇത് അവിടെ എത്തിക്കേണ്ടത് എന്നിങ്ങനെ രാധികയോട് യശോദ പറയുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കേണ്ട, നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ മോളൊന്ന് ആ ഫുഡ് അവിടെ കൊണ്ട് എത്തിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശി അന്തം വിട്ടിട്ട് രാധികയെ നോക്കുന്നുമുണ്ട്. അങ്ങനെ പ്രിയങ്ക കാത്തു നിൽക്കുന്നുണ്ട് രാധിക കൊണ്ട്. അങ്ങനെ രാധിക കുറേ കവറുമൊക്കെ ആയിട്ട് പ്രിയങ്കക്കരിയിൽ എത്തുന്നുണ്ട്. രാധികയെ കാണുമ്പോൾ പ്രിയങ്ക ആകെ ദിശമാവുന്നുണ്ട്, അങ്ങനെ വെപ്രാളമാവുന്നുണ്ട്. അങ്ങനെ കവറിൽ ഫുഡൊക്കെ വാങ്ങിച്ചപ്പോൾ രാധിക പറയുന്നുണ്ട് അലുവയും പായസമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും, നമ്മൾ രണ്ടാളും ഫുഡ് ചെയ്തത് നന്നായി അല്ലെങ്കിൽ നീ പെട്ടുപോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വാങ്ങിക്കുന്ന ധൃതിയിൽ വന്ന് ചേച്ചി അവിടെ മറിഞ്ഞെന്ന് ആരും കാണണ്ട, അകത്തേക്കൊന്നും വരണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് തള്ളി പറയുന്നുണ്ട് കേട്ടോ രാധികയെ. അങ്ങനെ കിട്ടിയ ഫുഡൊക്കെ വാങ്ങിച്ച് പ്രിയങ്ക ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പ്രിയങ്കയോട് രാധികയോട് പറയുന്നുണ്ട് ചേച്ചി ആരെങ്കിലും കണ്ടാൽ എൻ്റെ സ്വഭാവമാകുന്നൊക്കെ പറഞ്ഞ് രാധികയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞിങ്ങനെ വിജയിച്ച മട്ടിൽ പ്രിയങ്ക ഇങ്ങനെ എല്ലാവരും മുമ്പിൽ സന്തോഷമായിട്ട് ഇങ്ങനെ കയറി നിൽക്കണം. അതിൻ്റെ ഇടയിൽ രാധിക പുറത്ത് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു എല്ലാവരും ഫുഡ് കഴിച്ചെങ്കിൽ ഇനിയൊരു സ്പെഷ്യൽ സാധനമുണ്ട് ഞാൻ വിളമ്പട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് വിളമ്പിക്കോ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ഹൽവ ഒക്കെ ഇങ്ങനെ പ്രിയങ്ക വിളമ്പുന്നുണ്ട്. അപ്പോൾ ബിജുക്കുട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹൽവയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഹൽവ വിളമ്പുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് മോളെ എനിക്ക് സദ്യവട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആശങ്കയായിരുന്നു, പക്ഷേ മോളി നല്ല ഫുഡ് കഴിഞ്ഞൊരു മധുരമൊക്കെ മുഴങ്ങുമ്പോൾ നല്ല സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഭയങ്കര സന്തോഷത്തിൽ കൽപ്പനയെ കളിയാക്കുന്നുണ്ട്, ചേട്ടത്തേക്ക് 2 കഷ്ണം കൂടുതൽ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ പറയണതെല്ലാം രാധിക പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ വരുൺ എന്തോ സംശയമുള്ള പോലെ ഇതായിട്ട് വരുണിൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.